അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, എല്ലാവർക്കും ഇസ്ലാമിക് ക്ലാസ് റൂമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അൽഹംദുലില്ലാഹി ശഅബാൻ മാസത്തിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ. ഹബീബിന റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, വബല്ലിഗ്നാ ശഹ്റു റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണമേ, റമളാനിനെ ഞങ്ങളിലേക്ക് നീ എത്തിക്കണമേ എന്ന്. ആ ശഅബാൻ മാസത്തിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ശഅബാൻ മാസം കൊണ്ട് ബറക്കത്ത് നൽകിയ ഉമ്മത്തീങ്ങളിൽ, മുഅ്മിനുകളിൽ, വിശ്വാസികളിൽ നമ്മെയും നമ്മിൽ ബന്ധപ്പെട്ടവരെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം, റജബൻ ഷഹ്റുല്ലാഹ് വ ശഅബാനു ഷഹ്രി വ റമളാനു ഷഹ്രി ഉമ്മത്തി. അഥവാ റജബൻ ഷഹ്റുല്ലാഹ്, റജബ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മാസമാണ്. വ ശഅബാനു ഷഹ്രി, ശഅബാൻ മാസം അത് എൻ്റെ മാസമാണ്. വ റമളാനു ഷഹ്രി ഉമ്മത്തി, റമളാൻ മാസം എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഅബാനു ഷഹ്രി എന്ന് പറയാനുള്ള കാരണം നമുക്കറിയാം. ഖുർആനിൽ ഒരു ആയത്തുണ്ട്, അൽ അഹ്സാബ് സൂറത്തിൽ ഒരു ആയത്തുണ്ട്, ഇന്നല്ലാഹ വ മലായികതഹു യസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഞാനും എൻ്റെ മലായികത്തുകളും നബിയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നു. യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, സല്ലു അലൻ നബി, നിങ്ങളും നബിയുടെ മേലിൽ സ്വലാത്തും സലാമും ചൊല്ലുക എന്നുള്ളത്. ഈ ആയത്ത് ശഅബാൻ മാസത്തിലാണ് ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് ശഅബാനു ഷഹ്രി, ശഅബാൻ എൻ്റെ മാസമാണ് എന്ന് പറയാൻ കാരണം. അപ്പോൾ സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളായ നമ്മൾ ഈ ശഅബാൻ മാസത്തിൽ കൂടുതലായിട്ട് സലാത്തുകളും സലാമുകളും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. നബീന റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കേണ്ടതുണ്ട്. ഞാനിവിടെ ഒരു ചരിത്രം പറയുന്നു. ഒരു ദിവസം ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് 4 മലക്കുകൾ വരികയുണ്ടായി. ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്റായിൽ. ഈ 4 മലക്കുകൾ വന്നുകൊണ്ട് പറയുകയാണ്. ഒന്നാമതായിട്ട് വന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നബിയോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഒരു മനുഷ്യൻ നിങ്ങളുടെ മേലിൽ ദിവസവും 10 സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ കൈ പിടിച്ചുകൊണ്ട് സിറാത്ത് പാലത്തിലൂടെ ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. അഥവാ ആ മനുഷ്യൻ്റെ കൈ പിടിച്ചുകൊണ്ട് സിറാത്ത് പാലത്തിലൂടെ ഇങ്ങനെ നടത്തിക്കൊണ്ട് അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. രണ്ടാമതായി വന്ന മലക്ക് മീകായിൽ അലൈഹിസ്സലാമാണ്. മീകായിൽ അലൈഹിസ്സലാം പറയുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, അങ്ങയുടെ മേലിൽ ഒരാൾ 10 സ്വലാത്ത് ചൊല്ലിയാൽ അദ്ദേഹത്തിന് ഞാൻ ഹൗദുൽ കൗസറിൽ നിന്ന് കുടിപ്പിക്കുന്നതാണ്. എന്താണ് ഹൗദുൽ കൗസർ എന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാം. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മഹ്ശറയിൽ പ്രത്യേകമായിട്ട് നൽകപ്പെടുന്ന ഒരു കിണറാണ് ഹൗദുൽ കൗസർ. പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും. അതിൽ നിന്ന് ഒരു പ്രാവശ്യം ഒരു മനുഷ്യൻ കുടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ അവനിക്ക് ദാഹമുണ്ടാവുകയില്ല എന്ന് നാം പഠിച്ചിട്ടുണ്ട്. അത്രയും മഹത്വമുള്ള ആ ഹൗദുൽ കൗസർ കുടിപ്പിക്കുമെന്ന് മീകായിൽ അലൈഹിസ്സലാം നബി തങ്ങളോട് വന്ന് പറയുകയാണ്. മൂന്നാമത്തെ മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഇസ്രാഫീൽ അലൈഹിസ്സലാം നബി തങ്ങളോട് പറയുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, അങ്ങയുടെ മേലിൽ ഒരു മനുഷ്യൻ 10 സ്വലാത്ത് ചൊല്ലിയാൽ ആ മനുഷ്യന് പാപമോചനത്തിന് വേണ്ടി, മഗ്ഫിറത്തിന് വേണ്ടി അല്ലാഹുവിൻ്റെ മുമ്പിൽ ഞാൻ സുജൂദ് ചെയ്യുന്നതാണ്. അഥവാ
സുജൂദിൽ കിടക്കുന്നതാണ്. ആ മനുഷ്യനിക്ക് പുറത്തു കൊടുത്തു പാപമോചനം നൽകി എന്ന് പറയുന്നത് വരെ ഞാൻ അവിടെ നിന്ന് തല ഉയർത്തുകയില്ല. പാപമോചനം നൽകി എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ തല ഉയർത്തുക എന്ന് ഇസ്രാഫീൽ അലൈഹിസ്സലാം ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളോട് പറയുകയാണ്. നാലാമതായിട്ട് വന്ന മലക്ക് അസ്രായിൽ അലൈഹിസ്സലാമാണ്. നമുക്കറിയാം മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹിസ്സലാം എല്ലാവരുടെയും റൂഹ് പിടിക്കുന്ന ആ മലക്ക് വന്നുകൊണ്ട് നബീന റസൂലുള്ളാഹി തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങയുടെ മേലിൽ ഒരാൾ ദിവസവും 10 സ്വലാത്ത് ചൊല്ലിയാൽ ഞാൻ അവരുടെ റൂഹിനെ പിടിക്കുന്നതാണ്. എങ്ങനെയാണ് പിടിക്കുന്നത്? അമ്പിയാക്കളുടെ റൂഹിനെ പിടിക്കുന്നത് പോലെ, പ്രവാചകന്മാരുടെ റൂഹിനെ പിടിക്കുന്നത് പോലെയാണ് അവരുടെ റൂഹിനെ ഞാൻ പിടിക്കുക എന്ന് അസ്രായിൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്. നമുക്കറിയാം മരണം എന്ന് പറയുന്നത് ഭയങ്കര വേദനയുള്ള, റൂഹിനെ പിടിക്കുക എന്നുള്ളത് ഐഷ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും പറയുകയുണ്ടായി, ഐഷ, മരണത്തിന് വേദനയുണ്ട്. പ്രവാചകനോട് സമ്മതം ചോദിച്ച് പ്രവാചകൻ്റെ സമ്മതത്തോടു കൂടെ ആണ് നബി അസ്രായിൽ അലൈഹിസ്സലാം റൂഹിനെ പിടിക്കുന്നത്. എങ്ങനെയാണ് അമ്പിയാക്കളുടെ റൂഹിനെ പിടിക്കുന്നത്? വെണ്ണയിൽ നൂലിട്ട് വലിക്കുന്നത് പോലെ അത്രയും പതുക്കെയാണ്, അത്രയും സ്മൂത്തായിട്ടാണ്, നല്ല രീതിയിലാണ് പ്രവാചകന്മാരുടെ റൂഹിനെ അസ്രായിൽ അലൈഹിസ്സലാം പിടിക്കുന്നത്, മലക്കുൽ മൗത്ത് പിടിക്കുന്നത്. എന്നിട്ട് പോലും ഐഷ ബിവിയോട്, പത്നിയായ ഐഷ ബിവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യാ ഐഷ, മരണത്തിന് വേദനയുണ്ട്. അപ്പോൾ ആ പ്രവാചകന്മാർ റൂഹിനെ പിടിക്കുന്നത് പോലെ ഞാൻ ആ മനുഷ്യരുടെ, അങ്ങയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്ന 10 സ്വലാത്ത് ചൊല്ലുന്ന ആ മനുഷ്യരുടെ റൂഹിനെ ഞാൻ പിടിക്കുമെന്ന് അസ്രായിൽ അലൈഹിസ്സലാം പറയുമ്പോൾ അത്രയും നല്ല രീതിയിൽ നമ്മുടെ റൂഹിനെ പിടിക്കാൻ നമുക്ക് ഒരു അവസരം നബിയനാ റസൂലുള്ളാഹി തങ്ങളുടെ മേലിൽ നമ്മൾ വെറും 10 സ്വലാത്ത് ചൊല്ലിയാലും മതി, കൂടുതലൊന്നും ചൊല്ലേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒട്ടനവധി അനുഗ്രഹങ്ങൾ ഈ സ്വലാത്ത് കൊണ്ട് നമുക്ക് ലഭിക്കുകയാണ്. എന്ത് തന്നെ ഉദ്ദേശിച്ച് നമ്മൾ സ്വലാത്ത് ചൊല്ലിയാലും, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി, നമ്മുടെ രോഗശിഫാക്ക് വേണ്ടി, നമ്മുടെ ജോലിയിലുള്ള ബറക്കത്തിന് വേണ്ടി, നമ്മുടെ വീട്ടിലുള്ള ബറക്കത്തിന് വേണ്ടി, മക്കൾ നന്നാകുന്നതിന് വേണ്ടി, ഏതൊന്നിന് വേണ്ടിയും നമ്മൾ സ്വലാത്ത് ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ നമ്മുടെ ദുആഇനെ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. അതേപോലെ സ്വലാത്തിലൂടെ നമുക്ക് പല പല ഗുണങ്ങളും നന്മകളും നൽകുന്നതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾ ഹബീബിൻ്റെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങളുടെ മേലിൽ ഞാൻ 10 സ്വലാത്ത് ചൊല്ലും, അഥവാ 10 അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഞാൻ നൽകും. 10 സ്വലാത്ത് ചൊല്ലിയാൽ 100 അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഹബീബനാ റസൂലുള്ളാഹി തങ്ങളുടെ മേലിൽ സ്വലാത്തിനെ നാം ഓരോരുത്തരും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതിന് പറ്റിയ നല്ല മാസമാണ് ഷഅബാൻ മാസം എന്ന് പറയുന്നത്. ഷഅബാനു ഷഹരി, ഷഅബാൻ എൻ്റെ മാസമാണെന്ന് ഹബീബനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയുണ്ടായി. ആ ഷഅബാൻ മാസം നമുക്ക് ആഗതമായി ഇരിക്കുകയാണ്. ഷഅബാൻ മാസം നല്ല നിലയിൽ അതിനെ ബഹുമാനത്തോടു കൂടെ, ആദരവോടു കൂടെ നമ്മൾ കാണുകയും ഇബാദത്തുകൾ ചെയ്യുകയും നബിയുടെ മേലിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ ശഅബാൻ മാസത്തിൽ കൂടുതലായിട്ട് നോമ്പനുഷ്ഠിക്കുമായിരുന്നു. എന്താണ് അവിടെ നിന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് നബീന റസൂലുള്ളാഹി തങ്ങൾ പറയുകയുണ്ടായി, റജബും റമളാനും എന്താണ് ഉമ്മത്തീങ്ങൾ സന്തോഷത്തോടു കൂടെ വരവേൽക്കുമ്പോൾ ഷഅബാനിൽ അവർ അലസരതയാണ്, അവർ മറന്നു പോയവരാണ്, ഷഅബാനിനെ അവർ ഗൗനിക്കാത്തവരാണ്. അതുകൊണ്ടാണ് ഞാൻ ഷഅബാൻ മാസത്തിൽ കൂടുതലായിട്ട് നന്മകൾ ചെയ്യുന്നത്, നോമ്പുകൾ അനുഷ്ഠിക്കുന്നത്. എന്തുകൊണ്ടാണ്?
നമുക്കറിയാം റജബ് വരുമ്പോൾ എല്ലാവർക്കും ആവേശമാണ് ഷാബാൻ റമളാനിലേക്ക് അടുത്തല്ലോ എന്നുള്ളത്. അതേപോലെ തന്നെയാണ് റമളാൻ വരുമ്പോഴും നമുക്ക് നല്ല ആവേശമാണ്, റമളാനാണല്ലോ വരുന്നത് എന്നുള്ളത്. അതിൻ്റെ ഇടയിലുള്ള മാസമാണ് ഷാബാൻ എന്ന് പറയുന്നത്. റജബിൻ്റെയും റമളാനിൻ്റെയും ഇടയിലുള്ള മാസമാണ് ഷാബാൻ. ആ ഷാബാൻ മാസത്തിനെ എല്ലാവരും ഗൗനിക്കാത്ത അഥവാ അതിനെ ബഹുമാനിക്കാത്ത ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ ഈ ശഅബാൻ മാസത്തിനെ കൂടുതലായിട്ട് ബഹുമാനിക്കുന്നതും കൂടുതലായിട്ട് ഇബാദത്തുകൾ ചെയ്യുന്നതും അതേപോലെ സുന്നത്ത് നോമ്പുകളൊക്കെ അനുഷ്ഠിക്കുന്നതും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് റജബിലും ശഅബാനിലും ബറക്കത്ത് നൽകുന്നത് പോലെ റമളാൻ അതിൻ്റേതായ രീതിയിൽ അതിനെ വരവേൽക്കാനും അതിന് കർമ്മങ്ങൾ ചെയ്യുവാനും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും അതുപോലെ അതിനെ യാത്രയാക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അവൻ്റെ മഹ്ശറ വൻസഭയിൽ റമളാനും റജബും ശഅബാനും റമളാനുമെല്ലാം എല്ലാ മാസങ്ങളും അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെയും നമുക്ക് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ മഹ്ശറ വൻസഭയിൽ റസൂലുള്ളാഹി തങ്ങളുടെ ഷഫാഅത്തിലും അതേപോലെ ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കുന്ന മുത്തഖീങ്ങളിലും അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.